നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ബീഡ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും സ്റ്റിച്ച് ചെയ്ത സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ 2 ബീഡ്സും സ്റ്റിച്ച് ചെയ്യുന്നത്. സൈസിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും പോലെ 2 ബീഡ്സും എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഇത് ഗ്രീൻ കളറാണ്. ഇനി 2 ബീഡ്സിൻ്റെ സൈസ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ കട്ട് ബീഡ്സിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. വലിപ്പം എന്ന് വെച്ചാൽ നീളമുണ്ട്. കയ്യിലിട്ടപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ കട്ട് ബീഡ്സ് പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ നീളമുണ്ടെന്നേ ഉള്ളൂ. ഒരു ട്യൂബിനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് കേട്ടോ 2 ബീഡ്സ്. ഇത് നല്ല ഡാർക്ക് റെഡ് കളറാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഷൈനിങ് ടൈപ്പാണ്. ഗ്രീൻ കളർ കാണിച്ചില്ലേ, സെയിം അതേ സൈസിലാണ് കേട്ടോ ഈ റെഡ് കളറും. ഇതൊക്കെ ഞാൻ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അടുത്തത് ഗ്രേ കളറാണ്, സെയിം സൈസ് തന്നെയാണ്. സെയിം സൈസ് എന്ന് പറഞ്ഞത് സെയിം നീളമാണ് കേട്ടോ. ഇനി ഈ 2 ബീഡ്സ് ഒന്ന് നോക്കൂ. നമ്മൾ നേരത്തെ കാണിച്ച 2 ബീഡ്സിനേക്കാൾ ഇതിന് കുറച്ചുകൂടെ നീളമുണ്ട്. ഞാനിത് കയ്യിലെടുത്ത് കാണിക്കാം കേട്ടോ. കയ്യിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ സൈസ് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ അതേ സൈസ് അറിയാൻ പറ്റുന്നില്ലേ? നല്ല നീളമുള്ള 2 ബീഡ്സ് ആണ്. ഈ 2 ബീഡ്സ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇത് കൂടുതലും നമ്മൾ ബ്ലൗസിൻ്റെ ഹാങ്ങിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സൈസ് കൂടി കാണിക്കാം. ഇത് കണ്ടോ, ഇതും നല്ല നീളമുള്ള 2 ബീഡ്സ് ആണ്. ഇതും നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യാറില്ല, ഹാങ്ങിങ്ങിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ നീളം കണ്ടോ എത്രയുണ്ടെന്ന്. എൻ്റെ കയ്യിലുള്ള കുറച്ച് 2 ബീഡ്സും കളേഴ്സും ഒക്കെയാണ് കാണിച്ചത് കേട്ടോ. സ്റ്റിച്ചിങ്ങിന് കൂടുതലും നമ്മൾ ചെറിയ 2 ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യൂ. ഈ വലിയ 2 2 ബീഡ്സ് ഹാങ്ങിങ്ങിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അഡ്വാൻസ് ലെവലിൽ ഹാങ്ങിങ് ക്ലാസ്സിൽ പഠിക്കും. ചെറിയ 2 ബീഡ്സിൻ്റെ സ്റ്റിച്ചിങ് നമുക്കിപ്പോൾ പഠിക്കാം. ഈ 2 ബീഡ്സ് നമ്മൾ ഗ്രാമിൽ തൂക്കിയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. പിന്നെ വലിയ പാക്കറ്റ് ഇത് ഇതുപോലെ 450 ഗ്രാമിൻ്റെ കിട്ടും. ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാത്ത ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റിയിൽ 50 ഗ്രാമോ 25 ഗ്രാമോ ഒക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇനി ഈ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ബിഗിനേഴ്സ് എപ്പോഴും ലൈൻ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പം മസ്റ്റായിട്ടും ലോക്ക് സ്റ്റിച്ച് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ബീഡ്സ് ലൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബീഡ്സ് ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് പ്രാക്ടീസ് ചെയ്താൽ മതിയേ. ഓരോ ബീഡ്സായിട്ട് നമുക്ക് ത്രെഡിൽ കോർത്ത് കൊടുക്കുക, ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. 2 ബീഡ്സിനും ചെറിയ ഷാർപ്നെസ് ഉണ്ട്, അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണേ. കട്ട് ബീഡ്സ് പോലെ ഒരുപാട് ഷാർപ്പല്ല, എങ്കിലും ചില ബീഡ്സ് ഷാർപ്പാണ്, അപ്പോൾ ത്രെഡ് കട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. 2 ബീഡ്സും നമ്മൾ ഓരോ ബീഡ്സായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. 2 ബീഡ്സോ 3 ബീഡ്സോ ഒന്നും സ്റ്റിച്ച് ചെയ്യൽ, കാരണം സ്റ്റിച്ചിങ് എപ്പോഴും ലൂസായി പോകും. 2 ബീഡ്സിന് നീളവും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ബീഡ് വെച്ച് മാത്രമേ 2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാവൂ. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ലാസ്റ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്, അതിന് തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്. ഇനി അതിന് ശേഷമാണ് നമുക്ക് എൻഡ് നോട്ട് കൊടുക്കേണ്ടത്. 2 ബീഡ്സ് മാത്രം സ്റ്റിച്ച് ചെയ്യാതെ ഇതിൽ നമ്മൾ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ കട്ട് ബീഡ്സും കൂടി ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. അടുത്ത ലൈനിന് ഷുഗർ ബീഡ്സും കൂടി ആഡ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഈ ലൈനിലേക്ക് ഞാൻ ഒരു ഷുഗർ ബീഡും ഒരു 2 ബീഡും ഓരോന്ന് വെച്ചിട്ടാണ് രണ്ടും ഞാൻ എടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നത് സിംഗിൾ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യുക, അതിനുശേഷം ഒരു 2 ബീഡ് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ഒരു ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യുക, അതിനുശേഷം ഒരു 2 ബീഡ്. എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നെക്കിൻ്റെ ബോർഡറൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് 2 ബീഡ്സ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. 2 ബീഡ്സ് നല്ല നീളമുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് അത്ര സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തില്ല, ലൂസായി പോവും. റിങ്ങിൽ ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ റിങ്ങിൽ നിന്ന് നമ്മൾ ക്ലോത്ത് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ച് ലൂസായിട്ടിരിക്കും. അതുകൊണ്ട് കട്ട് ബീഡ്സും അതുപോലെ 2 ബീഡ്സും എപ്പോഴും സിംഗിൾ ബീഡായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഷുഗർ ബീഡ്സ് നമുക്ക് 2 എണ്ണോ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ എൻഡിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, അതിനുശേഷം എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. അടുത്ത ലൈനിൽ ഞാൻ ലോങ് 2 ബീഡ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ സൈസിലുള്ള ഡിഫറൻസ് മനസ്സിലാവുമല്ലോ.
നമ്മൾ ഹാങ്ങിങ്ങിന് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ലോങ് ട്യൂബ് ബീഡില്ലേ, അതാണേ. ഷുഗർ ബീഡ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് എടുത്ത് പറയാത്തത്. ഇപ്പോൾ ഈ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ 2 ട്യൂബ് ബീഡ്സും തമ്മിൽ സൈസിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? കയ്യിൽ എത്ര വെച്ച് കാണിച്ചാലും നമുക്ക് ആ ഒരു സൈസ് ഡിഫറൻസ് മനസ്സിലാവത്തില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈസിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലൈനും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത്. എൻഡ് നോട്ടൊക്കെ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, എൻഡ് നോട്ട് കൊടുക്കുക. അടുത്തൊരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ട്യൂബ് ബീഡ്സ് കൂടുതലും ഈ ഒരു മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1/4 ഇഞ്ച് വീതിയിൽ 2 ലൈൻസ് വരച്ചു കൊടുക്കണം. ഈ ലൈൻസ് തമ്മിലുള്ള അകലം കൂടല്ലോ കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ട്യൂബ് ബീഡ്സ് അഡ്ജസ്റ്റ് ആവത്തില്ല. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് 1/4 ഇഞ്ച് വീതി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ മെത്തേഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്രേ കളർ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ സിക്സാഗ് മെത്തേഡിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ ലൈനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബീഡ്സ് കോർത്തതിന് ശേഷം സ്ലാൻറ്റിങ്ങിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ബീഡ്സ് കോർക്കുക, താഴേക്ക് സ്ലാൻറ്റിങ്, ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ബീഡ്സ് കോർത്ത് മുകളിൽ സ്ലാൻറ്റിങ്, ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. ഇതേ രീതിയിൽ സിക്സാഗ് മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലൈൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത്. ട്യൂബ് ബീഡ്സ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നതും സിക്സാഗ് മെത്തേഡ് സ്റ്റിച്ച് ചെയ്യാനാണ്. ഇങ്ങനെ ലൈൻ വരച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലൈൻ വരയ്ക്കാതെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് സ്റ്റിച്ച് ചെയ്യുന്നവർ ലൈൻ വരച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് സ്റ്റിച്ചിങ് തിരിഞ്ഞു പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ലൈൻ വരച്ച് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ബീഡിൽ നമുക്ക് എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി സെയിം ഇതേപോലെ തന്നെ ഒരു ലൈൻ കൂടി ചെയ്യാം, ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തുകൊണ്ട്. സിക്സാഗിൽ തന്നെയാണ് കേട്ടോ നമ്മളിവിടെയും സ്റ്റിച്ച് ചെയ്യുന്നത്. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ട്യൂബ് ബീഡ് സ്ലാൻറ്റിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും താഴേക്ക് ഒരു ട്യൂബ് ബീഡ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ലോക്ക് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഇനി വീണ്ടും മുകളിലേക്ക് സ്ലാൻറ്റിങ്, ഒരു ട്യൂബ് ബീഡ്, അതിനുശേഷം ഒരു ഷുഗർ ബീഡ്. വീണ്ടും താഴേക്ക് സ്ലാൻറ്റിങ്, ഒരു ട്യൂബ് ബീഡ്, ഒരു ഷുഗർ ബീഡ്. ഈ ഒരു മെത്തേഡിൽ ഈ ലൈൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ട് സിക്സാഗ് ഡിസൈൻ ചെയ്യുമ്പോഴും അതുപോലെ ട്യൂബ് ബീഡ്സ് മാത്രം ഉപയോഗിച്ച് സിക്സാഗ് ഡിസൈൻ ചെയ്യുമ്പോഴും വന്ന വ്യത്യാസം മനസ്സിലായോ? ഷുഗർ ബീഡ്സ് ആഡ് ചെയ്ത് നമ്മൾ സിക്സാഗ് ചെയ്യുമ്പോൾ ആ ഒരു കോർണർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ട്യൂബ് ബീഡ്സ് മാത്രം യൂസ് ചെയ്ത് നമ്മൾ സിക്സാഗ് ചെയ്യുമ്പോൾ ആ ഒരു കോർണർ ഷാർപ്നെസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഷാർപ്നെസ് വേണം എന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേസമയം ഷാർപ്നെസ് വേണ്ട, നമുക്ക് ആ ഒരു ട്യൂബ് ബീഡ് മാത്രം ഇതുപോലെ സിക്സാഗ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ട്യൂബ് ബീഡ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി ഈ ലോങ് ട്യൂബ് ബീഡും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. മീഡിയം സൈസ് ട്യൂബ് ഹാങ്ങിങ്ങിനല്ലാതെ കുർത്തിയിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ കൂടി ഞാൻ കാണിക്കാം. കൂടുതലും നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ഹാങ്ങിങ് ഡിസൈനിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പേൾ ബീഡ്സും അതുപോലെ ഈ ലോങ് ട്യൂബ് ബീഡ്സും യൂസ് ചെയ്തിട്ടൊക്കെ ഹാങ്ങിങ് ചെയ്യാറില്ലേ. സിക്സാഗ് ഒന്നും ഈ ട്യൂബ് ബീഡ് യൂസ് ചെയ്ത് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ട്രയാങ്കിൾ ഡിസൈനോ സ്ക്വയർ ഡിസൈനോ ഒക്കെ നമുക്ക് ഈ ഒരു ട്യൂബ് ബീഡ് യൂസ് ചെയ്ത് ചെയ്യാം. ട്രയാങ്കിൾ സ്ക്വയറിനൊക്കെ ബോർഡറായിട്ട് ഈ ഒരു ട്യൂബ് ബീഡ് യൂസ് ചെയ്തിട്ട് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഫ്രഞ്ച് നോട്ടോ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ട്യൂബ് ബീഡ് യൂസ് ചെയ്തൊരു കുർത്തി ഡിസൈനാണ് കേട്ടോ. മീഡിയം സൈസ് ട്യൂബ് ബീഡില്ലേ ഹാങ്ങിങ്ങിന് യൂസ് ചെയ്യുന്നത്, ആ ട്യൂബ് ബീഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇടയിൽ ഷുഗർ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലിപ്പ് സ്റ്റോൺസും സ്ലീവ്സിലും അതുപോലെ ഈ ഒരു ട്യൂബ് ബീഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ട്യൂബ് ബീഡ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു കുർത്തി ഡിസൈനാണ്. ഇവിടെ സിക്സാക്കിലാണ് കേട്ടോ ട്യൂബ് ബീഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സിലും സെയിം അതേ സിക്സാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 കുർത്തീസിൻ്റെ ഡിസൈനിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്